UAEയിൽ സ്കൂൾ അവധി അവസാനിക്കുന്നതോടെ താമസക്കാരുടെ തിരിച്ചുവരവിനായി തയ്യാറെടുത്ത് എയർപോർട്ടുകൾ 36 ലക്ഷം യാത്രക്കാരാണ് ഇന്നു മുതൽ ആഗസ്റ്റ് 25 വരെ ദുബായ് എയർപോർട്ടിലെത്തുക. ആഗസ്റ്റ് 15-നാണ് ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നത്. അന്ന് 2.9 ലക്ഷം യാത്രക്കാരാണ് എത്തുക. തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനായി ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. സൗദിയിലെ 11 സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ അധ്യയനം ഈ മാസം 24-ന് ആരംഭിക്കും. മക്ക, മദീന എന്നിവിടങ്ങളിൽ ഈ മാസം 31 മുതലായിരിക്കും അധ്യയന വർഷം ആരംഭിക്കുക. സൗദിയിലെ 11 സർക്കാർ പൊതുവിദ്യാലയങ്ങളാണ് ഓഗസ്റ്റ് 24-ന് തുറക്കുക. മക്ക, മദീന എന്നിവിടങ്ങളിൽ ഇത് ബാധകമാകില്ല. ഇവിടങ്ങളിൽ ഓഗസ്റ്റ് 31 മുതലായിരിക്കും അധ്യയന വർഷം ആരംഭിക്കുക. ഇന്നലെ മുതൽ വിദ്യാഭ്യാസ സൂപ്പർവൈസർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് തുടങ്ങിയവർ പ്രാരംഭ തയ്യാറെടുപ്പുകൾക്കായി സ്കൂളുകളിലെത്തി. ഈ മാസം 17 മുതലായിരിക്കും മക്ക, മദീന എന്നിവിടങ്ങളിലെ പ്രാരംഭ തയ്യാറെടുപ്പുകൾക്കായി അധ്യാപകർ സ്കൂളിലെത്തുക. പുതിയ അധ്യയന വർഷത്തിൽ പ്രൈമറി സ്കൂളുകളിൽ ആഴ്ചയിൽ 33 ക്ലാസുകളായിരിക്കും നൽകുക. ആഴ്ചയിൽ 35 ക്ലാസുകളായിരിക്കും ഇന്റർമീഡിയറ്റ് സ്കൂളുകളിൽ. സെക്കൻഡറി സ്കൂളുകളിൽ 32 ക്ലാസുകളുമായിരിക്കും. സ്വകാര്യ സ്കൂളുകൾ, അന്താരാഷ്ട്ര സ്കൂളുകൾ തുടങ്ങിയവ സ്വന്തം അക്കാദമിക് കലണ്ടർ പ്രകാരമായിരിക്കും പ്രവർത്തനം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ അനധികൃതമായി ഹജ്ജ് തീർത്ഥാടനത്തിന് അനുമതി നൽകിയ 30 സർക്കാർ ജീവനക്കാർ അറസ്റ്റിൽ. ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജീവനക്കാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത്. ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി, സൗദി ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയവയുടെ പരിശോധനയിലാണ് കണ്ടെത്തൽ. വിവിധ സർക്കാർ മന്ത്രാലയങ്ങളിലെ ജീവനക്കാർ വഴി നടന്നത് വൻ അഴിമതിയാണ്. 30 സർക്കാർ ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹജ്ജ് അനുമതിയില്ലാതെ തീർത്ഥാടനം സാധ്യമാക്കിയതാണ് കുറ്റം. അനുമതിയില്ലാത്ത പ്രവാസികളെയും സ്വദേശികളെയും സുരക്ഷാ ചെക്ക് പോയിന്റുകൾ വഴി ഹജ്ജിനായി ഇവർ കടത്തുകയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് 26 പേരും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് 2 പേരും പിടിയിലായി. ഇസ്ലാമിക് കാര്യ, ദഅവ, മാർഗനിർദ്ദേശ മന്ത്രാലയം, ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി തുടങ്ങിയ മന്ത്രാലയങ്ങളിൽ നിന്ന് ഓരോ ജീവനക്കാർ വീതവും പിടിയിലായി. ഹജ്ജുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് കർശന നടപടികളാണ് നിലവിൽ രാജ്യം സ്വീകരിച്ചു വരുന്നത്. ഹജ്ജ് സൗകര്യം വർദ്ധിപ്പിക്കുക, ഹാജിമാർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുക, വ്യാജ ഹജ്ജുകൾ, ഹജ്ജ് സ്ഥാപനങ്ങൾ എന്നിവ തടയുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മുന്നിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കാത്ത ഡ്രൈവർമാർക്കെതിരെ കടുത്ത നടപടിയുമായി ദുബായ് പോലീസ്. നിയമം പാലിക്കാത്തവരുടെ വാഹനം 30 ദിവസം പിടിച്ചെടുക്കും. മറ്റ് പിഴകൾക്കും നിയമ നടപടികൾക്കും പുറമെയാണിത്. സുരക്ഷിത അകലം പാലിക്കാതെയുള്ള അപകടങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെയാണ് നടപടി. അശ്രദ്ധമായ ഡ്രൈവിംഗിനും പെട്ടെന്നുള്ള ലൈൻ മാറ്റത്തിനും സമാനമായി വാഹനം 30 ദിവസം പിടിച്ചെടുക്കും. കുടുംബ സന്ദർശന വിസയ്ക്ക് ആവശ്യമായ കുറഞ്ഞ ശമ്പള നിബന്ധന ഒഴിവാക്കി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. ഇതോടെ പ്രവാസികൾക്ക് ബന്ധുക്കളെ രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയ എളുപ്പമാകും. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ നിയമപ്രകാരം ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമല്ല, അകന്ന ബന്ധുക്കൾക്കും സന്ദർശന വിസ അനുവദിക്കും. എന്നാൽ കുടുംബ വിസയുടെ സാധുത 1 മാസം മാത്രമായിരിക്കുമെന്ന് റെസിഡൻസി അഫയേഴ്സ് സെക്ടർ ഡയറക്ടർ കേണൽ അബ്ദുൽ അസീസ് അൽ ഖന്തരി കുവൈറ്റ് ടെലിവിഷനോട് പറഞ്ഞു. വിദേശ സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കുമുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് വിസ അപേക്ഷാ നിബന്ധനകളിൽ ഇളവ് വരുത്തിയതായും മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വ്യവസ്ഥകളോടെ ടൂറിസ്റ്റ് വിസകൾ എല്ലാ രാജ്യക്കാർക്കും അനുവദിക്കും. അംഗീകൃത രാജ്യങ്ങളുടെയും യോഗ്യതയുള്ള തൊഴിലുകളുടെയും പട്ടികയും ആഗോള സൂചകങ്ങൾ അനുസരിച്ച് പുതുക്കുമെന്നും അൽക്കന്തരി വ്യക്തമാക്കി. 4 വിഭാഗങ്ങളിലായാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുക. കുടുംബ സന്ദർശന വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള വ്യവസ്ഥ, കുവൈറ്റ് ദേശീയ വിമാന കമ്പനികളെ ആശ്രയിക്കണമെന്ന വ്യവസ്ഥ, സർവകലാശാല ബിരുദ യോഗ്യത തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കുവൈറ്റ് വിസ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി കുടുംബ സന്ദർശന വിസകൾക്കും മറ്റ് വിസകൾക്കും അപേക്ഷിക്കാം. അപേക്ഷ നൽകിയാൽ 5 മിനിറ്റിനുള്ളിൽ വിസ ലഭ്യമാകുമെന്നും അൽക്കന്തരി അറിയിച്ചു. 1 മാസത്തേക്ക് 3 ദിനാറും 6 മാസത്തേക്ക് 9 ദിനാറും 1 വർഷത്തേക്ക് 15 ദിനാറുമാണ് വിസ ഫീസ്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിൽ ഉപയോഗിക്കാത്ത ഭൂമിക്ക് 10% നികുതി ഏർപ്പെടുത്തുന്ന നിയമം പ്രാബല്യത്തിൽ. റിയാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വാടക നിരക്ക് കുറയ്ക്കാനാണ് പദ്ധതി. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ വില വർദ്ധിക്കും വരെ ഭൂമി വെറുതെയിടുന്നത് തടയലും ലക്ഷ്യമാണ്. സൗദിയിൽ റിയാദ്, ജിദ്ദ ഉൾപ്പെടെ നഗരങ്ങളിൽ വാടക നിരക്ക് വർദ്ധിച്ചിരുന്നു. ഇതിന് പിന്നാലെ നിരക്ക് വർധന തടയാൻ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതിൽപ്പെട്ടതായിരുന്നു ഒഴിഞ്ഞുകിടക്കുന്ന ഭൂപ്രദേശങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തൽ. ഇതാണിന്ന് പ്രാബല്യത്തിലായത്. നഗരങ്ങളിലെ ഭൂപ്രദേശങ്ങളിലാകും ഇത് നടപ്പാക്കുക. വാടക ഉയർന്ന പ്രദേശങ്ങളിലും ഇത് പ്രാബല്യത്തിലാക്കും. സ്ഥലം വിലവർധനക്കായി ഉപയോഗിക്കാതിരിക്കൽ, ഏകാധിപത്യ പ്രവണത അവസാനിപ്പിക്കൽ,
ബ്രോക്കർമാരുടെ തട്ടിപ്പുകൾ തടയൽ എന്നിവയാണ് ലക്ഷ്യങ്ങൾ. നിലവിൽ ഉത്തരവ് ബാധകമാകുന്ന മുഴുവൻ ഭൂപ്രദേശങ്ങളിലെ ഉടമകളെയും ഇക്കാര്യം അറിയിക്കും. റിയാദിലും ജിദ്ദയിലും ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ വാടക നിരക്ക് നേരത്തെ വർദ്ധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരിഷ്കരണങ്ങൾ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കിംഗിന് പെർമിറ്റ് നിർബന്ധമാക്കുന്നത് തുടരുന്നു. വുറൂദ്, ദബാബ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ പുതുതായി റിയാദ് പാർക്കിംഗിന്റെ പെർമിറ്റുകൾ ലഭ്യമാക്കും. പെർമിറ്റ് ലഭിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ വീടുകളോട് ചേർന്നുള്ള പാർക്കിംഗിൽ വാഹനം നിർത്താനാകൂ. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പെർമിറ്റ് നിർബന്ധമാക്കുന്നുണ്ട്. റിയാദ് പാർക്കിംഗിന് കീഴിലാണ് പദ്ധതി. അനധികൃത പാർക്കിംഗ് തടയുക, കെട്ടിടങ്ങളിലെ താമസക്കാർക്ക് പാർക്കിംഗ് ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. അനധികൃതമായി വാഹനം പാർക്ക് ചെയ്താൽ ഇവ പിഴ ഈടാക്കി നീക്കം ചെയ്യും. പുതുതായി വുറൂദ് മേഖലയിലും ഈ പാർക്കിംഗ് സംവിധാനം എത്തി. നാഷണൽ അഡ്രസ് രജിസ്ട്രേഷനുള്ള താമസക്കാർക്ക് വാഹന നമ്പറും സന്ദർശകരുടെ വാഹന നമ്പറുമെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്തിടാം. ഇതിനിടെ മക്ക റോഡിനെയും ബത്ഹയെയും ബന്ധിപ്പിക്കുന്ന ജലാവി സ്ട്രീറ്റ് അഥവാ ദബാബ് സ്ട്രീറ്റിലും റിയാദ് പാർക്കിംഗിലെ പുതിയ പാർക്കിംഗ് സംവിധാനം സജ്ജമായിട്ടുണ്ട്. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റിയാദ് പാർക്കിംഗിന്റെ സംവിധാനങ്ങൾ ഉടനടിയെത്തും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധി നീട്ടി ഖത്തർ. ഡിസംബർ 31 വരെയാണ് നീട്ടിയത്. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ മെട്രാഷ് വഴിയാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടത്. കൃത്യമായി വാഹന രജിസ്ട്രേഷൻ അഥവാ ഇസ്തിമാറ പുതുക്കാത്ത വാഹനങ്ങൾ നിയമാനുസൃതമാക്കാൻ 1 മാസത്തെ സമയമാണ് ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് നൽകിയിരുന്നത്. ജൂലൈ 27 മുതൽ ആഗസ്റ്റ് 27 വരെയായിരുന്നു അനുവദിക്കപ്പെട്ടിരുന്ന സമയം. പുതുക്കൽ കേന്ദ്രങ്ങളിലെ തിരക്കും ഉപയോക്താക്കളുടെ സൗകര്യവും കണക്കിലെടുത്താണ് സമയപരിധി ഈ വർഷം അവസാനം വരെ നീട്ടിയത്. ഡിസംബർ 31 മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അംഗീകൃത ഗൾഫ് നിലവാരം പാലിച്ചില്ലെങ്കിലും നിയന്ത്രണങ്ങളില്ലാതെ വിൽക്കാനും പ്രദർശിപ്പിക്കാനുമാകും. ഷോറൂമുകളിലും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലും ഇത് അനുവദിക്കും. അതിനുശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ നിലവാരം പാലിച്ചില്ലെങ്കിൽ വിൽപ്പനയോ പ്രദർശനമോ അനുവദിക്കില്ല. നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹനങ്ങൾ രജിസ്ട്രിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നേരത്തെ ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനയ്ക്ക് പരമാവധി 15 മിനിറ്റ് വരെയാണ് സമയം എടുക്കുകയെന്നും ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ മെട്രാഷ് വഴിയാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടത്. മീഡിയ 1, ദോഹ. ഒമാനിൽ തൊഴിലാളികൾക്ക് WPS വഴി ശമ്പളം കൈമാറുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി തൊഴിൽ മന്ത്രാലയം. സ്ഥാപനത്തിലെ 90% പേരുടെ വേതനവും WPS വഴി കൈമാറണം. ലംഘനങ്ങൾ തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം. സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറഞ്ഞത് 75% പേരുടെ വേതനം വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വരുന്ന സെപ്റ്റംബർ മുതൽ ഇത് നടപ്പിലാക്കണം. സെപ്റ്റംബറിലെ ശമ്പളം ഒക്ടോബറിൽ വിതരണം ചെയ്യുമ്പോൾ ഈ രീതിയാണ് പിന്തുടരേണ്ടത്. പിന്നീട് സ്ഥാപനത്തിലെ 90% പേരുടെ വേതനവും WPS വഴിയാക്കണം. നവംബറിലെ വേതനം ഡിസംബർ മുതൽ ഇങ്ങനെയാണ് നൽകേണ്ടതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക പിഴകളിലേക്ക് നയിച്ചേക്കാവുന്ന ലംഘനങ്ങൾ തടയുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നീക്കം. ജീവനക്കാർ ശമ്പളത്തിന് അർഹനായത് മുതൽ 3 ദിവസത്തിനുള്ളിൽ വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണമെന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു. കൈമാറ്റം ചെയ്യപ്പെടുന്ന വേതനം കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കണം. ഏതെങ്കിലും അധിക അലവൻസുകൾ, ഓവർടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ വാഹന വർക്ക്ഷോപ്പുകളെ 5 വിഭാഗങ്ങളായി തരംതിരിച്ച് മുനിസിപ്പൽ മന്ത്രാലയം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പെയിന്റിംഗ്, ഡെന്റിംഗ് ജോലികളെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഗീകരണം. സൗദിയിൽ വാഹന വർക്ക്ഷോപ്പുകളെ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 വിഭാഗങ്ങളാക്കി തിരിച്ച് മുനിസിപ്പൽ മന്ത്രാലയം. എ മുതൽ ഇ വരെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളായാണ് തിരിച്ചത്. സമഗ്രമായി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്നവയെ എ വിഭാഗത്തിലും, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എയർ കണ്ടീഷനിംഗ് ജോലികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നവയെ ബി വിഭാഗത്തിലും, ബോഡി റിപ്പയർ, റീപെയിന്റിംഗ്, പോളിഷിംഗ് എന്നിവ ചെയ്യുന്നവയെ സി വിഭാഗത്തിലും, റേഡിയേറ്റർ, എക്സോസ്റ്റ് സിസ്റ്റം, ബ്രേക്കുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നവയെ ഡി വിഭാഗത്തിലും, ബാറ്ററി, അലങ്കാര ഫിറ്റിംഗുകൾ എന്നിവയുടെ പരിശോധനയും മാറ്റിവെക്കലും നടത്തുന്നവയെ ഈ വിഭാഗത്തിലും ഉൾപ്പെടുത്തിയാണ് പട്ടിക പുറത്തിറക്കിയത്. ഓരോ വിഭാഗങ്ങൾക്കും പ്രവർത്തിക്കാവുന്ന മേഖലകളും സ്ഥലപരിമിതികളും നിശ്ചയിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പ് മേഖലയെ വ്യവസ്ഥാപിതമാക്കുന്നതിനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ സുരക്ഷയും സേവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അപേക്ഷിച്ചവരുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. 8,000-ലധികം പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് അവസരം ലഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി വഴി 1,00,000 പേർക്കാണ് നറുക്കെടുപ്പ് നടത്തിയത്. മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിലായിരുന്നു നറുക്കെടുപ്പ്. സൗദി അറേബ്യ ഹജ്ജ് കോട്ട നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ 1,00,000 പേർക്കായിരുന്നു നറുക്കെടുപ്പ്. ബാക്കിയുള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഹജ്ജ് കോട്ട പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. കേരളത്തിൽ നിന്ന് 8,530 പേർക്കാണ് അവസരം ലഭിച്ചത്. 65 വയസ്സിന് മുകളിലുള്ള മുഴുവൻ അപേക്ഷകർക്കും ഹജ്ജിന് അവസരം നൽകി. സ്ത്രീകൾ മാത്രമുള്ള വിഭാഗത്തിലും ഭൂരിഭാഗം പേരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ 58 പേർക്കാണ് അവസരം ലഭിക്കാത്തത്. ഇവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യ പരിഗണന നൽകും. കഴിഞ്ഞ വർഷത്തെ കാത്തിരിപ്പ് പട്ടികയിലുള്ളവരെയും ഇത്തവണ പരിഗണിച്ചിട്ടില്ല. ഇവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ പരിഗണന നൽകും. യാത്രാ ചെലവിന്റെ ആദ്യ ഗഡു 1,52,300 രൂപ ഈ മാസം 20-നകം നൽകണം. നിശ്ചിത സമയത്തിനകം പണമടക്കാത്തവരുടെ അവസരം നഷ്ടപ്പെടും. ഹാജിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി ജില്ലാ തലങ്ങളിൽ ട്രെയിനർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ആവശ്യമായ മുഴുവൻ വിവരങ്ങളും ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ അബഹയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി നവാസ് പിയെയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഡ്രൈവറായിരുന്ന നവാസ് വാഹനത്തിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. 3 ദിവസമായി ഹയാത്ത് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സൗദിയിൽ അത്യുഷ്ണവും മഴയും തുടരും. മധ്യ കിഴക്കൻ സൗദിയിൽ താപനില 50 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. എന്നാൽ വടക്ക് പടിഞ്ഞാറൻ സൗദിയിൽ തുടരുന്ന മഴയും മൂടൽമഞ്ഞും വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. കിഴക്കൻ സൗദിയിലും മധ്യ സൗദിയിലും വരും ദിവസങ്ങളിൽ വേനൽച്ചൂട് വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസ, ദമ്മാം, ജുബൈൽ, നാരിയ ഭാഗങ്ങളിൽ പകൽ താപനില 48 മുതൽ 50 ഡിഗ്രി വരെ വീണ്ടും ഉയരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു. മദീനയിലും തബൂക്കിന്റെ തീരപ്രദേശങ്ങളിലും താപനിലയിൽ ഗണ്യമായ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വടക്ക് പടിഞ്ഞാറൻ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന മഴ വരും ദിവസങ്ങളിൽ വീണ്ടും ശക്തമാകും. നജ്റാൻ, റിയാദ്, അൽഖസീം, അൽജൌഫ്, ജിസാൻ, അസീർ, അൽബഹ, മക്ക എന്നീ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. ഖരീഫ് സീസണിൽ ഒമാനിലെ ദോഫാറിലേക്ക് ഒഴുകി സഞ്ചാരികൾ. 4.5 ലക്ഷത്തിനടുത്ത് സഞ്ചാരികളാണ് ഈ സീസണിലെത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 7% വർധനയാണുണ്ടായത്. ഖരീഫ് സീസണിൽ ദോഫാറിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞതായാണ് പുതിയ റിപ്പോർട്ട്. ജൂൺ 21-നും ജൂലൈ 31-നും ഇടയിൽ 4,42,100 സഞ്ചാരികളാണ് ദോഫാറിലെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4,13,122 പേരായിരുന്നു. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 7% വർധനവ്. സഞ്ചാരികളിൽ 3,34,399 പേർ ഒമാനികളാണ്. ഇതര GCC രാജ്യങ്ങളിൽ നിന്ന് 69,801 യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് 39,900 പേരും സലാല സന്ദർശിച്ചിട്ടുണ്ട്. 3,34,846 സഞ്ചാരികൾ റോഡ് മാർഗവും 1,07,254 പേർ വിമാനമാർഗവുമാണ് ഖരീഫ് ആസ്വദിക്കാനെത്തിയത്. വിമാനമാർഗം എത്തിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10.9% വർധനമുണ്ടായിട്ടുണ്ട്. ഖരീഫ് സഞ്ചാരികളിൽ 95.3% ജൂലൈ 1-നും 31-നും ഇടയിലാണ് ദോഫാറിലെത്തിയത്. സെപ്റ്റംബർ 21 വരെയാണ് ഔദ്യോഗികമായി ഖരീഫ് സീസണായി കണക്കാക്കുന്നത്. അതേസമയം സീസണിൽ സലാല രാജ്യാന്തര വിമാനത്താവളത്തിലെ യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. മീഡിയ 1 സലാല. ഖരീഫ് സീസണിനോടനുബന്ധിച്ച് ബദർ അൽസമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ സലാലയിലെ ഇത്തീൻ സ്ക്വയറിൽ മെഡിക്കൽ ക്ലിനിക് ആരംഭിച്ചു. ഖരീഫ് തോഫാറിന്റെ ഔദ്യോഗിക മെഡിക്കൽ പങ്കാളിയാണ് ബദർ അൽസമ ഗ്രൂപ്പ്. പ്രഥമ ശുശ്രൂഷ സേവനങ്ങളാണ് ക്ലിനിക് വാഗ്ദാനം ചെയ്യുന്നത്. DGPHE ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന ബിൻ നാസർ അൽ മസ്ലാഹി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഉത്സവ് വിപണന മേളയ്ക്ക് തുടക്കമായി. സുൽത്താനേറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഗോദവർത്തി വെങ്കട ശ്രീനിവാസ് മേള ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ തെരഞ്ഞെടുത്ത ലുലു ഔട്ട്ലെറ്റുകളിൽ ഈ മാസം 20 വരെ ഫെസ്റ്റിവൽ നീണ്ടുനിൽക്കും. ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും രുചികളും ഒമാനിൽ പ്രചരിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഉത്സവ് 2025 തുടക്കമായത്. സുൽത്താനിലെ ഇന്ത്യൻ അംബാസഡർ ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് ബൗഷർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രവാസികളിൽ നിന്നും ലുലുവിൽ നിന്നുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു. സുൽത്താനിലെ തെരഞ്ഞെടുത്ത ലുലു ഔട്ട്ലെറ്റുകളിൽ
ഈ മാസം 20 വരെ ഫെസ്റ്റിവൽ ഉണ്ടാകും. I saw the whole dynamism of India-Oman relationship as I went along this entire Utsav. I have been told, and obviously everybody who comes to Lulu hypermarket is aware of the number of Indian products which are there for display, for purchase. 200,000 is the maximum number that they get, but minimum number of Indian products on shelves will be minimum 40,000. ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ഭക്ഷണപാനീയം അടക്കം ഓരോ വിഭാഗത്തിലെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അനുഭവിക്കാനുള്ള അപൂർവ അവസരമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന പ്രൊമോഷനുകളും ഓഫറുകളും ഉണ്ടാകും. യഥാർത്ഥ ഇന്ത്യൻ ചെരുപ്പ്, വസ്ത്രം, പരമ്പരാഗത ആഭരണങ്ങൾ എന്നിവ ഷോപ്പിംഗ് അനുഭവത്തിന് മാറ്റുകൂട്ടുമെന്ന് ലുലു അധികൃതർ പറഞ്ഞു. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ലുലുവിന്റെ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഒമാൻ റീജിയണൽ ഡയറക്ടർ അൻവർ സാദാത്ത് പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. ഏറെക്കാലം ദുബായ് MSSന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവികൾ വഹിച്ച പുന്തിലത്ത് അബ്ദുൽ ഗഫൂർ നാട്ടിൽ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. എറണാകുളം എടവനക്കാട് സ്വദേശിയാണ്. 25 വർഷത്തിലേറെ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയറായിരുന്നു. ഖബറടക്കം നാളെ രാവിലെ 10-ന് എടവനക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. കുവൈത്തിലെ മഹബൂലയിൽ മലയാളിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം തവനൂർ സ്വദേശി ജയനാണ് മരിച്ചത്. മാറഫി അൽ ഗസീർ കമ്പനി ജീവനക്കാരനായിരുന്നു. മൃതദേഹം നടപടികൾക്കായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്ക് മാറ്റി. ആങ്കർ കമ്പനിയുടെ നിശ്ചിത മോഡൽ പവർ ബാങ്കുകൾ വിമാനങ്ങളിൽ നിരോധിച്ച് ഖത്തർ എയർവേസ്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. ക്യാബിൻ ചെക്ക് ഇൻ ബാഗേജുകളിൽ ഒന്നും തന്നെ പവർ ബാങ്ക് അനുവദിക്കില്ല. ഓവർ ഹീറ്റിംഗ്, തീപിടുത്ത സാധ്യത തുടങ്ങിയ പ്രശ്നങ്ങളെ തുടർന്ന് ഈ വർഷം ജൂണിൽ വിപണിയിൽ നിന്ന് പിൻവലിച്ച A1647, A1652, A1681, A1689, A1257, പവർകോർ 10,000. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പിൻവലിച്ച A1642, A1647, A1652 പവർ ബാങ്കുകളാണ് ഖത്തർ എയർവേസ് നിരോധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എയർവേസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് മുമ്പ് ഈ ഇനത്തിൽപ്പെട്ട പവർ ബാങ്കുകൾ കൈവശമില്ലെന്ന് യാത്രക്കാർ ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനി ആവശ്യപ്പെട്ടു. ഖത്തർ എയർവേസ് മാത്രമല്ല, ലോകത്തെ മറ്റു എയർലൈനുകൾ മിക്കതും വിമാനങ്ങളിലെ പവർ ബാങ്ക് ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പവർ ബാങ്കുകളിലെ ലിഥിയം അയൺ ബാറ്ററികൾ ഉയർത്തുന്ന സുരക്ഷാ ആശങ്കയാണ് കാരണം. മീഡിയ 1 ദോഹ. കുവൈറ്റ് KMCC ഇരിക്കൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. മഹബൂല മലബാർ ഹൌസിൽ നടന്ന കൺവെൻഷനിൽ നാസർ തളിപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷിഹാബുദ്ദീൻ ഇരിക്കൂർ അധ്യക്ഷത വഹിച്ചു. നവാസ് കുന്നുങ്കൈ മുഖ്യപ്രഭാഷണം നടത്തി. ഷിഹാബ് ഇരിക്കൂർ പ്രവർത്തക റിപ്പോർട്ടും കർമ്മപദ്ധതികളും അവതരിപ്പിച്ചു. ഈ വർഷം ആദ്യപാദത്തിൽ ബഹ്റൈൻ GDPയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. രാജ്യത്തിന്റെ GDPയിൽ 2.7% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ യഥാർത്ഥ GDPയിൽ വളർച്ച രേഖപ്പെടുത്തിയതായുള്ള വിവരസാങ്കേതിക ഗവൺമെന്റ് അതോറിറ്റിയുടെ പ്രാഥമിക കണക്കുകൾ പ്രകാരം എണ്ണ ഇതര മേഖലയിൽ 2.2% വളർച്ചയും എണ്ണ മേഖലയിൽ 5.3% വളർച്ചയുമാണ് ഉണ്ടായത്. ഈ പുരോഗതി രാജ്യത്തിന്റെ മൊത്തം GDP വളർച്ചയിൽ പ്രതിഫലിച്ചു. സാമ്പത്തിക മേഖലയിലെ മൊത്തം ഉൽപാദനത്തിന്റെ 84.8% എണ്ണ ഇതര മേഖലയിൽ നിന്നാണ്. 10.3% വളർച്ചയുമായി ഹോട്ടൽ, റെസ്റ്റോറന്റ് സേവനങ്ങളാണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന സാമ്പത്തിക, ഇൻഷുറൻസ് മേഖലകൾ 7.5% വളർച്ച കൈവരിച്ചു. നിർമ്മാണ മേഖല 5.4%, വിദ്യാഭ്യാസ മേഖല 2.5% വളർന്നു. സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് ബഹ്റൈൻ നടപ്പാക്കുന്ന പദ്ധതികളും പൊതുസംരംഭങ്ങളും അന്താരാഷ്ട്ര സാമ്പത്തിക വികസന സൂചികകളിൽ രാജ്യത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. കുവൈത്തിൽ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സ്വകാര്യ വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കണം. സംശയാസ്പദമായ ലിങ്കുകളിലും അറ്റാച്ച്മെന്റുകളിലും ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓപ്പറേഷൻ സിസ്റ്റവും ആന്റിവൈറസ് ആപ്ലിക്കേഷനുകളും പതിവായി അപ്ഡേറ്റ് ചെയ്യണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ദുബൈയിൽ താമസ സ്ഥലത്ത് അനധികൃത സൗന്ദര്യവർദ്ധക ചികിത്സ നടത്തിയ 3 യൂറോപ്യൻ വനിതകൾ അറസ്റ്റിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ സേവനങ്ങൾ നൽകാനുള്ള ലൈസൻസ് ഇല്ലാതെയാണ് പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുന്ന വിധം ഇവർ ചികിത്സ നൽകിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി.
അനധികൃതമായി വിദേശ തൊഴിലാളികളെ താമസിപ്പിക്കുകയും ജോലിക്ക് വെക്കുകയും ചെയ്ത കേസിൽ പ്രതികൾക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ച് ലോവർ ക്രിമിനൽ കോടതി. 2 ബഹ്റൈൻ സ്വദേശികളും 8 പ്രവാസികളും ഉൾപ്പെടുന്നവരാണ് പ്രതികൾ. ബഹ്റൈൻ സ്വദേശികളായ ദമ്പതികൾ 5 ഏഷ്യക്കാരായ വീട്ടുജോലിക്കാരെ മണിക്കൂർ അടിസ്ഥാനത്തിൽ വീട്ടുജോലിക്ക് നിയമവിരുദ്ധമായി താമസിപ്പിച്ചതായാണ് കേസ്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രവാസികളായ പ്രതികളെ രാജ്യത്ത് നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ടുകൾ. കുട്ടികളുടെയും കൌമാരക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. പ്രാദേശിക മാധ്യമമായ അൽ വത്തനാണ് നിരോധന വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഗെയിം കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായി നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആവശ്യപ്പെട്ട ഗവർണർ രാജ്ഭവന്റെ അന്തസ്സ് കളയരുതെന്ന് OICC ഇൻകാസ് ഖത്തർ കൊല്ലം ജില്ലാ കമ്മിറ്റി. സാധാരണ സംഘപരിവാറുകാരന്റെ നിലവാരത്തിലേക്ക് ഗവർണർ തരം താഴരുത്. കേരളത്തിൽ ഇത്തരം അജണ്ടകൾ വിലപ്പോകില്ല എന്നും കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഹാഷിം അപ്സര, ജനറൽ സെക്രട്ടറി അനിൽകുമാർ നായർ, ജോസ് ചവറ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന തലക്കെട്ടിൽ ബഹ്റൈനിൽ SKSSF സ്വാതന്ത്ര്യ ചത്വരം സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാത്രി 8:30 മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ മുഖ്യാതിഥിയാകും. ബഹ്റൈനിലെ സദേൺ മുനിസിപ്പൽ മേഖലയിൽ റോഡ് കയ്യേറിയ കടകൾക്കെതിരെ മുനിസിപ്പാലിറ്റി അധികൃതർ നടപടി തുടങ്ങി. നിരവധി കടകൾ റോഡുകളിൽ ബോർഡുകൾ സ്ഥാപിച്ചതായും കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചതായും കണ്ടെത്തി. ഇത്തരം കടകൾക്ക് പിഴ ചുമത്തുമെന്നും റോഡിലെ തടസ്സങ്ങൾ ഉടൻ നീക്കം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു.